കോഴിക്കോട് താമരശ്ശേരിയിൽ ഞാവൽപ്പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ച വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം. താമരശ്ശേരി സ്വദേശിയായ 9ാം ക്ലാസ്സുകാരനാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാവൽപ്പഴം വെച്ചിട്ട് കഴിച്ച അന്നേരം അന്നപ്പോൾ ചുണ്ടൊക്കെ വീങ്ങി നാശമായിട്ടുണ്ട്. അപ്പോൾ താമരശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പോലും അറിഞ്ഞ് കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ഇത് ഞാവൽപ്പഴം പോലെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ തൊലി പൊളിച്ചാൽ ഒരു മഞ്ഞ കളറാണ്, ഇതിൽ വിഷക്കായ എന്നാണ് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഞാവൽക്കായ എന്ന് തെറ്റിദ്ധരിച്ചാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥി അത് കഴിച്ചത്. അത് വിഷക്കായായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി എങ്ങനെയാണ്? എന്താണ് സംഭവിച്ചത്? വൃന്ദ അഭിഷേക് എന്ന് പറയുന്ന 14 വയസ്സുകാരനാണ്. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഞാവൽപ്പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ചത്. ഈ കുട്ടി താമരശ്ശേരി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. ചുണ്ടൊക്കെ തടിച്ചിട്ടുണ്ട്, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ താമരശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അവരും ഈ ഞാവൽപ്പഴം എന്ന് കരുതിയാണ് വിഷക്കായ കഴിച്ചത് എന്നാണ് പറയുന്നത്. ഇത് വീടിനടുത്തുള്ള ഒരു പറമ്പിൽ നിന്നാണ് ഈ അഭിഷേക് ഇങ്ങനെ ഇത് കഴിച്ചത്. വീടിന്റെ സമീപത്തെ പറമ്പിൽ നിന്നാണ് ഞാവൽപ്പഴം എന്ന് കരുതിയുള്ള വിഷക്കായ കഴിച്ചത്. പിന്നാലെ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചുണ്ട് തടിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ചികിത്സ തേടിയത്. എന്തായാലും അഭിഷേകിന്റെ ആരോഗ്യനിലയിലെല്ലാം തന്നെ പുരോഗതിയുണ്ട്. മറ്റ് പേടിക്കാനൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടിയും ചുണ്ട് തടിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാവൽപ്പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ച വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം. താമരശ്ശേരി സ്വദേശിയായ 9ാം ക്ലാസ്സുകാരനാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റിയാസ് KMR.